SDPA സംബന്ധിച്ച് അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് BJP അധികാരത്തിലെത്തരുതെന്നാണ്. അതിന് കോൺഗ്രസിന്റെ കൂടെയാണെങ്കിൽ കോൺഗ്രസിന്റെ കൂടെ, അല്ലെങ്കിൽ CPM-ന്റെ കൂടെയാണെങ്കിൽ CPM-ന്റെ കൂടെ. അതിന് മുൻപുള്ള ഇലക്ഷനിലൊക്കെ UDF-ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് SDPA നിലപാടെടുത്തത്. കേരളത്തിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്താ? കേരള രാഷ്ട്രീയത്തിലാണെങ്കിൽ അത് ഡീലുകൾ തമ്മിലുള്ള ഡീലിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. BJP-യും CPM-ഉം ആണെന്ന് പറയുന്നു, കോൺഗ്രസും BJP ആണെന്ന് മറ്റവർ ആരോപിക്കുന്നു. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതേ എനിക്ക് തോന്നിയത് SDPA-യും അതേപോലെ തന്നെ CPM-ഉം തമ്മിലുള്ള ഒരു ഡീലാണ്. ഡീലാണ് പറയപ്പെടുന്ന ഒരു കാര്യം ഇപ്പൊ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. അവർ തമ്മിൽ അങ്ങനെ ഒരു ഡീൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അവർ തമ്മിൽ അങ്ങനെ ഒരു ഡീൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നും ഉണ്ടെന്നും നമുക്കങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. കാരണം SDPA ഇത്തവണ ഏകദേശം 130ഓളം സീറ്റുകളിലാണ് മത്സരിക്കാത്തത്. 33 സീറ്റുകളിൽ അവർ മത്സരിക്കുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ള സ്ഥലത്ത് നേമത്ത് നേരിട്ട് തന്നെ ശിവൻകുട്ടിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അവര് ചരിവ് ഇടതിലേക്ക് തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. അത് ശരിക്കും കോൺഗ്രസ് വരുത്തി വെച്ചതും കൂടിയാണ് അല്ലേ? കോൺഗ്രസ് വരുത്തി വെച്ചത് കൂടിയാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം ഇതിനു മുൻപുള്ള ഇലക്ഷനിലൊക്കെ UDF-ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് SDPA നിലപാടെടുത്തത്. പക്ഷെ ഈ കഴിഞ്ഞ ഇലക്ഷനുകളിൽ തൊട്ടാണെങ്കിൽ ഒരു വർഗീയ ശക്തിയായിട്ട് UDF ചിത്രീകരിക്കാൻ തുടങ്ങി. പ്രതിപക്ഷ നേതാവ് അടക്കം തുറന്ന് പറയുകയും ചെയ്തു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും അതുപോലെ ലോക്സഭയിലും ഒക്കെ UDF-ന്റെ കൂടെ നിന്ന ആളുകളാണ് SDPA. അതെ, അപ്പൊ അങ്ങനെ ജയിച്ച് അവരുടെ വോട്ട് അധികാരം കിട്ടി തള്ളി പറഞ്ഞു. അത് അവര് രാജിവെച്ച ആളുകൾ, അവിടുത്തെ ആളുകൾ പുറത്തു പോയി ഇവരെ തള്ളി പറയുകയും മാത്രമല്ല വാർത്താ സമ്മേളനങ്ങളിലും മറ്റും VD സതീശൻ നേരിട്ട് ഇവരുമായിട്ട് ഒരു ബന്ധമില്ല, ബന്ധമില്ല എന്ന് പറഞ്ഞു. അതേ സമയത്ത് മുഖ്യമന്ത്രി ആണെങ്കിൽ ഇവരെ പരസ്യമായി തള്ളി പറയുന്നില്ല. വന്നപ്പോഴും പുള്ളി ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് സംസാരിച്ചത്. ഇവരെ മൊത്തത്തിൽ അങ്ങ് ഒഴിവാക്കുന്ന വലിയൊരു ആളുകളുണ്ട്. അവരുടെ വോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് എല്ലാ മണ്ഡലങ്ങളിലും അവരെ ആര് തിരഞ്ഞെടുക്കുന്നു എന്നത്. അപ്പൊ ഇവരുടെ വോട്ട് വേണ്ട എന്ന് LDF പറയാത്തിടത്തോളം അവർക്കതൊരു സമാധാനമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പൊ അതിന്റെ CPI റഫീഖ്, അങ്ങനെയാണ് അവരുടെ ഒരു നേതാവിന്റെ പേര്. അദ്ദേഹമൊക്കെ ഈ ഒരു നിലപാടിന് ഒരു പോസിറ്റീവായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പം പല തരത്തിലും പറയുന്നത് ഇവർ തമ്മിൽ ഒരു ഡീലിനുള്ള സാധ്യതകൾ തെളിഞ്ഞു കാണുന്നു എന്നാണ്. അത് മാത്രല്ല, ഇതിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പറയുന്നതിന് വേറൊരു കാര്യമുള്ളത് ഇവരുടെ ചിഹ്നത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. യെസ്, ഏകദേശം 33 സ്ഥലങ്ങളിലാണ് ഇവർ മത്സരിക്കുന്നത്. അവിടെയെല്ലാം ഇവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടുള്ളത് കത്രിക ചിഹ്നമാണ്. അതേപോലെ തന്നെ LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് 3 ആളുകൾ മത്സരിക്കുന്നുണ്ട്. ഈ 3 പേർക്കും പാലക്കാടാണെന്ന് തോന്നുന്നു മത്സരിക്കുന്നത്. അപ്പം ഈ 3 ആളുകൾക്കും കൊടുത്തിരിക്കുന്ന സിമ്പലും കത്രികയുടെ തന്നെയാണ്. അതിപ്പോ ഒരു ഡീല് കൊണ്ടാണ് എന്നിട്ടുള്ള ഒരു പരക്കൊരു സംസാരം വരുന്നത്. അങ്ങനെ ഒരു സംസാരമുണ്ട്. പക്ഷെ 2 പാർട്ടികളും പറഞ്ഞിട്ടുള്ളത് യാദൃശ്ചികമായി സംഭവിച്ചാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് SDPA സംബന്ധിച്ച് അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് BJP അധികാരത്തിലെത്തരുത്. അതിന് കോൺഗ്രസിന്റെ കൂടെയാണെങ്കിൽ കോൺഗ്രസിന്റെ കൂടെ, അല്ലെങ്കിൽ CPM-ന്റെ കൂടെയാണെങ്കിൽ CPM-ന്റെ കൂടെ. അത് തന്നെയാണ് അവരുടെ നിലപാട്. പക്ഷെ കോൺഗ്രസ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് SDPA വല്ലാണ്ട് തഴയുകയും അവര് വർഗീയ പാർട്ടിയാണ്, അവരുടെ വോട്ടുകൾ വേണ്ട എന്നുള്ളൊരു നിലപാടെടുക്കുകയും ചെയ്തു. VD സതീശൻ അടക്കമുള്ള നേതാക്കൾ ശക്തമായിട്ട് അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് നാളുകളായിട്ട് ഇവരോടുള്ള വൈരാഗ്യം തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്, വലിയ ചൂടിലാണ് കേരളം. എന്നിട്ട് പോലും SDPA ആർക്കൊപ്പം നിൽക്കുന്നുള്ള ഒരു ചർച്ചയായിക്കോട്ടെ. പക്ഷെ നമുക്കും തോന്നുന്നത് അത് ഇടതിനൊപ്പം തന്നെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ BJP, വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് BJP എതിർക്കാന് കോൺഗ്രസിന് ശക്തിയില്ല എന്നൊരു തോന്നൽ അവർക്ക് വന്നേക്കാം. അങ്ങനെ ഒരു സംസാരം ഉണ്ടല്ലോ നമ്മുടെ രാഷ്ട്രീയത്തിൽ, അങ്ങനെ ഒരു ചർച്ചയുണ്ട്. അങ്ങനെയോ ആയിരിക്കാം. പക്ഷെ ഇവര് തമ്മിലൊരു ഡീലുണ്ട്, SDPA-യുമായി CPM-ന് ഒരു ഡീല് ഉണ്ട് എന്ന് പറയുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും പറയുക അതിനുള്ള കാര്യകാരണം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ഡീൽ എന്നതിലുപരി അതൊരു രാഷ്ട്രീയ തന്ത്രമാണ്. നമ്മള് പല രീതിയിലാണല്ലോ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക. ഈ തന്ത്രവും കുതന്ത്രവും ഒക്കെ ഉണ്ടാവും ഇതിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതൊരു തന്ത്രമായിട്ട് കാണാവുന്നതാണെന്ന് തോന്നുന്നു. പക്ഷെ ആരോപണങ്ങൾ ഇങ്ങനെ കൊഴുക്കുന്നത് കൊണ്ട് ഇതൊരു വിഷയമാണ്. പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പോ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇവര് നമ്മളെ ഫോക്കസ് ചെയ്യാന്നുള്ള രീതിയിൽ അദ്ദേഹം ഇതിനൊക്കെ എതിര് പറയുന്നുണ്ട്. പക്ഷെ BJP-യുമായി ബാക്കിയുള്ള കക്ഷികൾക്ക് ഉണ്ടെന്ന് പറയുന്ന ഡീല് പോലെ തന്നെ
പ്രധാനപ്പെട്ടത് തന്നെയാണ്. പ്രധാനപ്പെട്ടതും ചർച്ച ചെയ്യപ്പെടുന്നതും ആളുകൾ ഇങ്ങനെ പറയുന്നതുമായിട്ടുള്ള ഒരു ഡീല് തന്നെയാണ് ഈ SDPI ഡീല്. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് SDPI യുടെ നിലപാടും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം.